എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡബിൾ ലെയേർഡ് റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി തിളപ്പിച്ചാറ്റിയ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ഷുഗർ എടുത്ത് നമ്മൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് ഷുഗർ പൗഡർ കിട്ടും. പൗഡർ കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ, എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്. ഇപ്പോൾ നമ്മുടെ ബട്ടറും ഷുഗർ പൗഡറും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഓരോരോ മുട്ടയായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ, രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കരുത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 2ാമത്തെ മുട്ട ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലാണ് ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്, ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് അരിച്ച് വെച്ചായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ചേർക്കണം. ഞങ്ങളിവിടെ ചേർക്കുന്നത് ജെൽ കളറാണ്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് കളറോ അല്ലെങ്കിൽ പൗഡർ കളറോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ സൂപ്പർ റെഡ് കളർ ചേർക്കാം. ശരിക്കും സ്ട്രോബെറി റെഡ് കളറാണ് കൂടുതൽ നല്ലത്, പക്ഷെ ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞങ്ങൾ സൂപ്പർ റെഡ് കളർ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. കളർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം 8 ഇഞ്ച് സൈസിൻ്റെയും രണ്ടാമത്തത് 6 ഇഞ്ച് സൈസിൻ്റെയും ആണ്. ഈ 2 ട്രേയിലേക്കും സെയിം മെഷർമെൻറ്റിൽ 2 പ്രാവശ്യമായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതിൽ ഈ ട്രേ ആണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊന്നും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. താഴെ മാത്രം ഞങ്ങൾ സർക്കിൾ ഷേപ്പിൽ എടുത്ത ബട്ടർ പേപ്പർ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു. ഇനി എയർ ബബിൾസ് കളയാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രേ നമ്മളിപ്പോൾ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മിനിമം ഒരു 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യേണ്ടി വരും. ഓരോ ഓവനും സമയം വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ കാണുന്നത് ആദ്യം വെച്ച ട്രേയിൽ ബാറ്റർ റെഡിയായി വന്നതാണ്. അടുത്ത ട്രേ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബേസിൽ മാത്രം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് സെയിം മെഷർമെൻറ്റിൽ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ സെക്കൻഡ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലത്തെ ബാറ്ററും പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2ാമത്തെ സ്പോഞ്ചും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വലിയ സ്പോഞ്ചും 2ാമത്തെ ചെറിയ സ്പോഞ്ചും ഡീമോൾഡ് ചെയ്തു. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിൽ 3 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ സ്പീഡ് കുറച്ചാണ് ബീറ്റ് ചെയ്യേണ്ടത്, പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇത് ചെറിയ സ്പോഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് വലിയ സ്പോഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്.
റെഡ് വെൽവെറ്റ് കേക്കിൽ നമ്മൾ ഐസിങ് ചെയ്യുന്നത് സാധാരണ ഐസിങ് ചെയ്യുന്നത് പോലെയല്ല. അതിനുവേണ്ടി നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് 175 ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് സ്പാച്ചുലയാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വിപ്പിംഗ് ക്രീമും ക്രീം ചീസും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബേസ് ടേൺ ടേബിളിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ബീറ്റ് ചെയ്ത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചായിരുന്ന ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ലെയർ ആക്കി ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ സ്പോഞ്ചിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ 1/2 കപ്പ് ഷുഗർ 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണിത്. ഇത് 2 കേക്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. ഇനി നമുക്ക് ഈ സ്പോഞ്ചിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് തേർഡ് ലെയർ ചെയ്തെടുക്കാം. ഇതുപോലെ എക്സസ് ഉള്ള ക്രീമൊക്കെ നമുക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. സൈഡിൽ മാത്രമല്ല, ഇനി നമുക്ക് മൊത്തത്തിൽ ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ലെവലായിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്കത് വീണ്ടും എടുത്ത് സെക്കൻഡ് കോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെറിയ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കേക്ക് ബേസ് എടുത്ത് ടേൺ ടേബിളിൽ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഓരോ ലെയറായിട്ട് വെച്ച് ഷുഗർ സിറപ്പും ക്രീമും തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോണ കേക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ അധികം ക്രീം തേക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പിൽ കേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ ഈ ലൈൻ ടു ലൈൻ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അധികം വലിപ്പത്തിൽ വേണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ മോൾ ഭാഗമാണ്. ഈ പീസ് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതേപോലെ ഇവിടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് ഇവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കേക്കിൽ ഡാമേജ് ഒന്നും ആവാതെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഫസ്റ്റ് കോട്ട് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെഡി ആയിട്ടുള്ള കേക്കാണ്. ഇതാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പ് കേക്ക്. നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ സെക്കൻഡ് കോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കേക്കിൻ്റെ തന്നെ ഒരു പീസ് എടുത്ത് അത് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അതൊരു സ്ട്രെയിനറിൽ കൂടെ ഇതുപോലെ നമുക്ക് അരിച്ച് ഇതിന് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. മുകളിൽ മാത്രമല്ല, നമുക്ക് സൈഡിലും ഇത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ റെഡ് ക്രംസ് ഒക്കെ എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞു.
ഇത് വലിയ കേക്കാണ്, അതിൻ്റെ ഏറ്റവും താഴെ വരാനുള്ള കേക്കാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കിനി സെക്കൻഡ് കോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ഈ വലിയ കേക്കിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വൈറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണ പോലെ തന്നെയാണ് നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയിലാണ് നമ്മളത് കാണിച്ചത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഗനാഷ് പതുക്കെ പതുക്കെ വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ നമ്മുടെ കേക്കിൻ്റെ സെൻറ്ററിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗനാഷ് അപ്ലൈ ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഹാർട്ട് ഷേപ്പിൽ ആ കേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ചെറിയ കേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൈഡിലും നമുക്ക് റെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റെഡ് കളർ ചേർത്തിട്ട് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ഡബിൾ ലെയർഡ് റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അതുമാത്രമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം.